ഹലോ ഗെയ്സ്, നമ്മൾ ഇന്ന് നമ്മുടെ ചാനൽ ചർച്ച ചെയ്യാൻ പോകുന്ന കാർട്ടൂണാണ് ഓഗി ആൻഡ് കോക്രോച്ചസ്. ഒട്ടുമിക്ക മലയാളികൾക്കും നൊസ്റ്റാൾജിയ ആയ ഒരു കാർട്ടൂണാണ് ഓഗി ആൻഡ് ദി കോക്രോച്ചസ്. 90s കിഡ്സിനും അത് കഴിഞ്ഞുള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർട്ടൂണാണിത്. ഒരു മടിയനായ പൂച്ചയും ആ പൂച്ചയെ ശല്യം ചെയ്ത് നടക്കുന്ന ഇത്തിരി കുഞ്ഞന്മാരായ 3 പാറ്റകളുമാണ് ഇതിലെ പ്രധാന കഥാപാത്രം. 1998 ജീനിയസ് റെയിൻബോട്ട് സൃഷ്ടിച്ച ലോകമെമ്പാടും ആരാധകരെ നേടിയ ഒരു ഫ്രഞ്ച് ആനിമേറ്റഡ് ടെലിവിഷൻ പരമ്പരയാണിത്. നമ്മുടെ ചാനലിൽ ഇന്ന് ഈ കാർട്ടൂണിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പല എൻഡിങ് പ്രഡിക്ഷൻസും കഥാപാത്രങ്ങളെ പറ്റിയും ഇതിലെ കഥയെക്കുറിച്ചും സീസണുകളെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അവസാനം നമ്മൾ ഇതിൻ്റെ ഒരു 2 റീബൂട്ടുകളെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ടോം ആൻഡ് ജെറി എന്ന കാർട്ടൂണിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഓഗി ആൻഡ് ദി കോക്രോച്ചസ് റിലീസ് ആവുന്നത്. ഇനി നമുക്കിതിലെ കഥാപാത്രങ്ങളെ പറ്റി നോക്കാം. ഒന്നാമതായി ഓഗി, മടിയനായ നീലപ്പൂച്ച. പക്ഷേ ഈ കാർട്ടൂണിലെ ഏറ്റവും രസകരമായ കഥാപാത്രം ഓഗിയാണ്. തൻ്റെ ഗാർഡനിലെ ജോലിയും വീട്ടുപാചകവുമാണ് ഓഗിയുടെ പ്രധാന പരിപാടികൾ. അതിൻ്റെ കൂടെ TV കാഴ്ചയുമുണ്ട്. ഇതിനെല്ലാം ഇടയിൽ കൂടി ഓഗിയുടെ സമാധാനം കളയാൻ DD മാർക്കി ജോയി എന്ന പാറ്റകൾ വരും. ഇനി നമുക്ക് അടുത്ത കഥാപാത്രമായ DDയെ നോക്കാം. വിശപ്പും മടിയുമാണ് ഈ കഥാപാത്രത്തിന്റെ പ്രധാന കാര്യം. മറ്റു പാറ്റകൾ കുരുത്തക്കേടുകൾ കാണിക്കാൻ വേണ്ടി തിടുക്കം കൂട്ടുമ്പോൾ ഈ കഥാപാത്രം തിന്നാൻ വേണ്ടി മാത്രമാണ് തിടുക്കം കൂട്ടുന്നത്. അടുത്ത കഥാപാത്രമാണ് മാർക്കി. മറ്റു കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണിത്. ആദ്യത്തെ സീസണുകളിൽ ഓഗിയെ ശല്യപ്പെടുത്താൻ തിടുക്കം കൂട്ടുകയും എന്നാൽ പിന്നീടുള്ള സീസണുകളിൽ മടിയനാവുകയും ചെയ്ത ഒരു കഥാപാത്രമാണിത്. മറ്റു പാറ്റകൾ ചെയ്യുന്ന പോലെ മണ്ടത്തരങ്ങൾ കൂടുതലായി ചെയ്യാതെ ബുദ്ധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഈ കഥാപാത്രം. അതൊന്നും കൂടാതെ തന്നെ ഒരു വ്യത്യസ്തമായ എപ്പിസോഡ് തന്നെ ഈ കഥാപാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന കഥാപാത്രമാണ് ജോയി. ഈ 3 പാറ്റകളിൽ ഏറ്റവും കുരുത്തക്കേടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണിത്. ചില എപ്പിസോഡുകളിൽ ഓഗിയുമായി താൽക്കാലിക സൗഹൃദത്തിലാവുന്ന ഒരു കുഞ്ഞൻ കഥാപാത്രം കൂടിയാണിത്. ഈ 3 പാറ്റകളിലും ഒരു ലീഡർ സ്ഥാനമുള്ളത് ജോയിക്കാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കഥാപാത്രം എനിക്ക് ഈ കാർട്ടൂണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജാക്ക് എന്ന കഥാപാത്രമാണ്. പല എപ്പിസോഡുകളിലും ഒരു ഗസ്റ്റ് റോളായി കയറി വരുന്ന ഈ ഒരു കഥാപാത്രം ആ ഒരു എപ്പിസോഡിനെ മുഴുവൻ രസകരമാക്കി മാറ്റുന്നു. ഓഗിയുടെ ബ്രദറായാണ് ഈ കഥാപാത്രം ആ കാർട്ടൂണിൽ ജീവിക്കുന്നത്. സ്വന്തമായി താനൊരു ധൈര്യശാലിയാണെന്ന ഭാവമാണ് ജാക്കിന്. അനിയനായ ഓഗിക്ക് എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം പരിഹരിക്കാൻ പല എപ്പിസോഡുകളിലും ജാക്ക് വരാറുണ്ട്. അടുത്തതായി പറയാൻ പോകുന്ന കഥാപാത്രമാണ് ബോബ്, ഒരു വലിയ പട്ടി. ഈ കാർട്ടൂണിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കഥാപാത്രമാണ് ബോബ്. എന്നാൽ മനസ്സ് കുട്ടികളുടേതുമാണ്. പല എപ്പിസോഡുകളിലും ഓഗിയുടെ ശത്രുവായി. അവസാനം ആ എപ്പിസോഡുകൾ തീരുമ്പോൾ ഓഗിയുമായി സൗഹൃദത്തിലാവുകയും ജാക്കുമായി സൗഹൃദത്തിലാവുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ബോബ്. അടുത്ത കഥാപാത്രമാണ് ഒലീവിയ. മലയാളം ഡബ്ഡ് വെർഷൻ കണ്ടവർക്കറിയാം ഈ ഒരു കഥാപാത്രത്തിന് മലയാളത്തിൽ സരസമ്മ എന്നായിരുന്നു പേര്. ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ ഒരു കാർട്ടൂണിൽ പ്രധാനമായും നമ്മൾ കണ്ടുവരുന്നത്. ഇനി നമുക്ക് ഇതിലെ സീസണുകളെ കുറിച്ച് നോക്കാം. പ്രധാനമായും 7 സീസണുകളാണ് ഈ കാർട്ടൂണിലുള്ളത്. ഈ സീസണുകളിൽ കാർട്ടൂണിൻ്റെ ആനിമേഷനത്തിൽ യാതൊരുവിധ വ്യത്യാസങ്ങളും വരുത്തിയിട്ടില്ല. എന്നാൽ അതിനുശേഷം ഇറങ്ങിയ ഓഗി ആൻഡ് ദി കോക്രോച്ചസ് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ കാർട്ടൂണിൽ ഓഗിയുടെയും ബാക്കി കഥാപാത്രങ്ങളുടെയും രൂപത്തിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതും കൂടാതെ പുതിയൊരു കഥാപാത്രത്തെ കൂടി ആ ഒരു സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ വേറൊരു ആനിമേഷനിൽ വേറൊരു ഓഗി ആൻഡ് ദി കോക്രോച്ചസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർ റെയർ ആയിട്ടേ ഉണ്ടാവൂ. അത് കണ്ടവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം എത്ര പേര് ആ കാർട്ടൂൺ കണ്ടിട്ടുണ്ടെന്ന്. ഇനിയാണ് നമ്മുടെ ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻഡ് പ്രഡിക്ഷൻസും കുറച്ച് മിസ്റ്റീരിയസ് ആയ കാര്യങ്ങളും. ആദ്യമായി നമുക്ക് എൻഡ് പ്രഡിക്ഷൻസ് നോക്കാം. ഒരു സമയത്ത് ഇൻ്റർനെറ്റിൽ വൈറലായി നിന്ന ഒരു എൻഡ് പ്രഡിക്ഷനാണ് ഓഗിയും ഓഗിയുടെ കൂടെയുള്ള കഥാപാത്രങ്ങൾക്കും വയസ്സാകുമെന്ന്. വയസ്സായതിനു ശേഷം ഓഗിയും കൂടെയുള്ള കഥാപാത്രങ്ങളും മരണപ്പെട്ടു പോകുമെന്ന് വരെ ആ ഒരു പ്രഡിക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു. അടുത്ത പ്രഡിക്ഷൻസ് കേട്ട് നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ അതുമായി ചുറ്റിപ്പറ്റിയ കഥ നിങ്ങളൊന്ന് കേൾക്കണം. രണ്ടാമത്തെ പ്രഡിക്ഷനാണ് ഓഗി കോമയിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന്. ഓഗി കോക്രോച്ചസുകളുടെ ശല്യം കാരണം എന്തോ ചെയ്ത് കോമയിലാവുകയും അതുമൂലം ഓഗി പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൂപ്പ് പോലത്തെ സ്വപ്നങ്ങളാണ് ഇതെന്നുമാണ് ഒരു കൂട്ടം ആളുകൾ ഇൻ്റർനെറ്റിൽ പറഞ്ഞൊപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എനിക്കതിൽ വലിയ വിശ്വാസങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു കഥയും ഈ ഒരു പ്രഡിക്ഷനും ഫാൻസ് വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വെറുമൊരു കഥ മാത്രമാണ്. മൂന്നാമതായി വന്ന പ്രഡിക്ഷൻ ഓഗിക്ക് മോക്ഷം കിട്ടുമെന്നാണ്. മൂന്നാമത്തെ പ്രഡിക്ഷൻ ഓഗിയുടെ ഏറ്റവും മിസ്റ്റീരിയസ് ആയ ഒരു കഥയിൽ നിന്നും വന്നതാണ്. ഇനി നമുക്ക് ആ കഥ എന്താണെന്ന് നോക്കാം.
ഓഗി മരണപ്പെട്ടു എന്നും ഓഗിയുടെ സോളാണ് ഈ കാർട്ടൂണിലുള്ളതെന്നും ഓഗി ജീവിച്ചിരുന്ന കാലത്ത് ചെറിയ ജീവികളോട് ചെയ്ത ക്രൂരതയ്ക്ക് ഓഗിയുടെ സോളിന് കിട്ടിയ ട്രാപ്പാണ് ഇതെന്നുമാണ് ഈ കഥയിൽ പറയുന്നത്. കാരണം 1-2 എപ്പിസോഡുകൾ ഒഴികെ ബാക്കി എല്ലാ എപ്പിസോഡുകളിലും ഓഗി വീട്ടിൽ തന്നെയാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഓഗിയുടെ സമാധാനം ഒരിക്കലും നിലനിന്നിട്ടുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കഥ കെട്ടിച്ചമച്ചിറക്കിയതും. പക്ഷേ ഈ കഥയും ആരും അംഗീകരിച്ചിട്ടില്ല. എന്തു പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഓഗിയും കോക്രോച്ചസും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇതുപോലത്തെ കാർട്ടൂൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. കാരണം ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത കാർട്ടൂൺ ഏത് വേണമെന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതിനെന്തെങ്കിലും മിസ്റ്റീരിയസ് ആയ കഥകളോ ബാക്കി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കാർട്ടൂൺ അനലിസ്റ്റ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.